വെറും 10 മിനിറ്റ് മതി നല്ല സ്വാദോട് കൂടിയിട്ടുള്ള മിക്സ് സോസ് പാസ്ത ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പാസ്ത ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് തിളച്ച് വരുന്ന വരെ ഇളക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ചിലപ്പോൾ പാസ്ത അടിയിൽ ഒട്ടി പിടിക്കും. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം തീ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം വയ്ക്കാം. ഒരു 10 മിനിറ്റ് എന്തായാലും വേണ്ടി വരും പാസ്ത വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ സിമ്മിലാക്കിയാൽ മതി. ഇനി ഈ പാസ്ത വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. പാസ്തയിലൊന്നും ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. നന്നായിട്ടൊന്ന് വഴറ്റുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 നല്ല പഴുത്ത തക്കാളി, അപ്പോൾ ചെറിയ തക്കാളിയാണ് കേട്ടോ, അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒറിഗാനോ ഇത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പാസ്ത വെന്തോ നോക്കാം. പാസ്ത ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ്, ഞാൻ കുറച്ച് സ്വീറ്റ് കോണും അതുപോലെ തന്നെ ബ്രൊക്കോളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാസ്ത ഇനി മുഴുവനായിട്ട് വേവണോടെ കൂടെ തന്നെ സ്വീറ്റ് കോണും അതുപോലെ തന്നെ ബ്രൊക്കോളിയും വെന്ത് കിട്ടും. ഈ ബ്രൊക്കോളിയും സ്വീറ്റ് കോണൊന്നും നമുക്കറിയാമല്ലോ, ഒരുപാട് നേരമൊന്നും വേണ്ട വേവാനായിട്ട്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഇത് രണ്ടും വെന്ത് കിട്ടും. ഒപ്പം തന്നെ പാസ്തയും കറക്റ്റ് വേവാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ മതിയാവും. പാസ്തയും വെന്തിട്ടുണ്ടാവും, ഒപ്പം തന്നെ പച്ചക്കറികളും വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം പാസ്ത വെന്തോ നോക്കാം. ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ അതാ കറക്റ്റ് പാസ്ത വെന്തിട്ടുണ്ട്. നമ്മൾ ബ്രൊക്കോളിയും സ്വീറ്റ് കോണൊക്കെ ഇത്രയും വെന്താൽ മതി, ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഊറ്റിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാസ്തയും വെന്ത് കിട്ടി, അതുപോലെ തന്നെ സോസും റെഡി ആയിട്ടുണ്ട്. തീ ഓണാക്കുക. നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ടൊമാറ്റോ സോസിലേക്ക് ഈ പാസ്ത ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ സോസൊക്കെ എല്ലാവരുടെയും പിടിച്ചു വരണം. ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചിലർക്ക് ഇതേപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള പാസ്ത ഇഷ്ടമായിരിക്കുക. ഞാൻ കുറച്ച് പാസ്ത വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം പോലെ ആവണ്ട. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. ചീസ് നമ്മുടെ ഇഷ്ടത്തിനാണ്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ചീസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡ് സോസ് പാസ്തയായി. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് മിക്സ് സോസ് പാസ്ത ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇതിലുള്ളോട്ട് നമ്മുടെ മിക്സ് സോസ് പാസ്ത റെഡിയാണ്. ഇതിന് ഈ ഫ്രഷ് ക്രീമും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവറും ഉണ്ട്. ഞാൻ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ടേസ്റ്റ്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബേസിൽ, ഫ്രഷ് ബേസിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മിക്സ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.